ഹലോ. നമ്മളാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. എന്താ നോക്കണേ? ഞാനേ ഫ്ലൈറ്റിൽ വെച്ച് ശ്രദ്ധിച്ചിരുന്നു, ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. എന്താ പേരെന്താ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഫുൾ ചീത്ത പേരാണ് എനിക്ക് നാട്ടിൽ. ചേട്ടന്റെ സ്വന്തം പേരെന്ന് പറഞ്ഞാ ഒന്ന് പരിചയപ്പെടാലോ. എന്റെ പേര് ആഹ്ലാദൻ. ഓ, ഞാൻ സന്തോഷ്. സെയിം പിച്ച്. സന്തോഷ് ആഹ്ലാദൻ. അടിപൊളിയല്ലേ? ആ പിച്ചാണ് ഈ കാണിച്ചത്. അതെ. ചേട്ടാ ഭയങ്കര പിച്ചായി പോയിട്ടാ. അതെ, ഞാൻ വർഷങ്ങളായി കുവൈറ്റില. ഞാൻ വെറും വയറ്റില. അല്ല, വെറും വയറ്റിൽ നിൽക്കരുത്. വെറും വയറ്റിൽ നിന്നാ ഗ്യാസ് വരും. എന്തെങ്കിലും എടുത്ത് കഴിക്ക്. അല്ല, ഞാൻ എറണാകുളം വയറ്റിലാണ് എന്റെ സ്ഥലം എന്ന് പറഞ്ഞാണ്. അതാണ് കള്ളൻ. ഞാൻ വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു. നിങ്ങളോ? ഞാൻ ഇതോടുകൂടി ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫിൽ കറങ്ങണത്. ഗൾഫിൽ കറങ്ങാൻ പോയണാ? കറങ്ങാൻ മാത്രല്ല, ഒന്ന് കിറങ്ങാനും കൂടി പോയതാണ്. അത് ശരി, കിറങ്ങാൻ പോയതാണല്ലേ? ശരിക്കും നോക്കിയാ നിങ്ങള് ഫ്ലൈറ്റില് ഫസ്റ്റ് ടൈം വന്നു തോന്നുന്നു. ഞാൻ ഇതോടുകൂടി ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നത്. അതല്ല ഞാൻ ചോദിച്ചത്. അതല്ല ഞാൻ പറഞ്ഞത്. അതെ. നമ്മളെ ഫ്ലൈറ്റിന്റെ പൈലറ്റ് അത്, മറ്റേത് എയർ ഹോസ്റ്റസും. പിന്നെ എനിക്ക് ആ പെണ്ണുമ്പളെ അറിയാലോ. എങ്ങനെ അറിയാ? ഈ നമ്മുടെ ഫ്ലൈറ്റില് മദ്യവും ഭക്ഷണവും ഒക്കെ വിളമ്പണ വിൽക്കണ പെണ്ണുമ്പിള്ളത്. അതിന് എയർ ഹോസ്റ്റസ് എന്ന് പറയാ. അതെ, ഞാൻ ആ ഫ്ലൈറ്റിൽ നിന്ന് ഒരു സാധനം തന്നല്ല, ഒരു സാധനം കഴിച്ചില്ല. അതെന്താ? ഞാൻ ഈ എയർപോർട്ടിൽ ചെന്ന് ഒരു ചായ കുടിച്ചപ്പോ 150 രൂപ. അപ്പൊ ഫ്ലൈറ്റിൽ എന്തായിരിക്കും ചാർജ്? എന്റെ പൊന്നേട്ട, ചേട്ടൻ ആദ്യമായിട്ടാണ്. അതെ, ശരിക്കും ഫ്ലൈറ്റിൽ ഫ്രീയാ ഫുഡ്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോ അതൊക്കെ ഇൻക്ലൂഡാ. ഇൻക്ലൂഡാണോ? ആ സാർ ഒന്ന് മാറും. ചേച്ചി, 290 ഒരു സോഡ. 290 ഒരു സോഡയും. അല്ല, അവിടെ ഫ്ലൈറ്റിൽ പൈസ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കിട്ടിയില്ല. അത് ഫ്ലൈറ്റിനകത്തേ കിട്ടുള്ളൂ, ഇവിടെ കിട്ടില്ല. ഓക്കെ, എന്നാ ഫ്ലൈറ്റിനകത്തേക്ക് പോവാം. എന്തുവാണ്? അല്ല, ഫ്ലൈറ്റിന്റെ ഡ്രൈവർ അല്ലേ? പൈലറ്റ്. ഓ, വയലറ്റ് അല്ലേ? പൈലറ്റ് അല്ല, പൈലറ്റ്. പിന്നെ ഫ്ലൈറ്റ് നിങ്ങൾ പറത്തില്ല ഇങ്ങനെ. അപ്പൊ ഈ തൊട്ടിയാട്ടത്തിൽ കയറുന്ന ഒരു ഫീൽ ആയിരുന്നു. ആയിക്കോട്ടെ. അത് ഇറക്കിപ്പോ ഉള്ളാന്തി ആണോ? ആ, അപ്പൊ താഴെ ഇറങ്ങിയപ്പോഴോ? 2-ാം തീയതി. ചേട്ടാ, പുള്ളി ഉദ്ദേശിച്ചത് താഴെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ ഒക്ടോബർ 2-ാം തീയതി എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഒക്ടോബർ 2-ാം തീയതി? ആ, 1-ാം തീയതി. ഇതെന്താണ് ഈ പറഞ്ഞത്? 2-ാം തീയതി, 1-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി എന്നൊക്കെ പറഞ്ഞത് ഇയാള്? സാറേ, അതല്ല. ഒക്ടോബർ 2-ാം തീയതി കേട്ടപ്പോ പുള്ളിയുടെ 1-ാം തീയതി അതാണ് പുള്ളി പറഞ്ഞത്. ബിവറേജ് ഇല്ല. അതേത് ജില്ല? വോൾട്ടേജ് ഇല്ല എന്ന് കേട്ടിട്ടുണ്ടോ? ആ ജില്ലയുടെ തൊട്ടപ്പുറത്തെ ഓ, എനിക്ക് അറിയില്ലായിരുന്നു. താങ്ക് യു സർ. സാറേ, നിങ്ങൾ 2 ഡ്രൈവർമാര് ഫ്ലൈറ്റ് മേലെ കൂടെ ഓടിച്ചിങ്ങ് പോയില്ലേ? അപ്പൊ മറ്റേ ഡ്രൈവറിന്റെ ഇടക്കെടുത്ത് ചാടിയത്? അത് പുള്ളിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പൊ പുള്ളിയുടെ വീടെത്തിയപ്പോ പുള്ളി അതിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയതാണ്. അതെ സാറേ, ഫ്ലൈറ്റ് വെച്ച് ഇയാള് സീറ്റ് ബെൽറ്റ് ഇടില്ലായിരുന്നു. കോ പാസഞ്ചേഴ്സ് ബഹളം വെച്ചിട്ട് അയാൾ ഇട്ടത്. അതാണോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വേണ്ട യാത്ര ചെയ്യാൻ? അല്ലെങ്കിൽ അപകടമൊന്നും തനിക്കറിയില്ല? അല്ല, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കുന്നത് എനിക്കറിയാം സാറേ. പക്ഷേ ആകാശത്ത് പോലീസ് പിടിക്കില്ല. അതെന്താണ്? അവിടെ പോലീസ് ഷിപ്പ് എങ്ങനെ പാർക്ക് ചെയ്യും? അതുകൊണ്ട് പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ മനപ്പുറം സീറ്റ് ബെൽറ്റ് ആയിരുന്നാണ്. എന്താ എന്റെ പേര്? ആഹ്ലാദൻ. ശരിക്കും പരാജിതൻ എന്നാ തനിക്ക് പേരുള്ളത്. ആയിക്കോട്ടെ, അതിനോട് ഞാൻ പറയാം. സാർ, ഇതുപോലത്തെ ഒരു സംഭവം വേറെ ഉണ്ടായി. ഞാൻ ഇന്നലെ എയർ ഇന്ത്യയില് ഗൾഫിൽ നിന്ന് വന്നോണ്ടിരിക്കാ നമ്മുടെ നാട്ടിലേക്ക്. ഇന്ത്യയിൽ എത്തിയപ്പോ ഭയങ്കര പ്രശ്നമായി സാറേ. എന്തുപറ്റി? തിരുവനന്തപുരത്ത് ഇറക്കേണ്ട ആൾക്കാരെ കണ്ണൂർ ഇറക്കി, കണ്ണൂർ ഇറക്കേണ്ട ആൾക്കാരെ കൊച്ചിയിൽ ഇറക്കി, കൊച്ചിയിൽ ഇറക്കേണ്ട ആൾക്കാരെ കോഴിക്കോട് ഇറക്കി. മൊത്തം ആ ഫ്ലൈറ്റിൽ എല്ലാരും എയർ പിടിച്ചിരിക്കായിരുന്നു സാറേ. അപ്പോഴാണ് ഫ്ലൈറ്റിന്റെ പേര് കറക്റ്റ് ആയത്. എന്ത്? എയർ ഇന്ത്യ. അത് ശരി. പിന്നെ നാട്ടിൽ പോകാൻ വേണ്ടി ട്രെയിനിൽ കയറി. അവിടെയും പ്രശ്നം. എന്ത് പ്രശ്നം? തീവണ്ടിയിൽ എല്ലാത്തിനും തീ പിടിച്ച വില തന്നെ. ഒരു ബിരിയാണി വെച്ചപ്പോ അതിന് തീ വില, പഴംപൊരി മേടിച്ചപ്പോ അതിന് തീ വില, എന്തിന് കുടിക്കണ വെള്ളം മേടിച്ചപ്പോ അതിനും തീ പിടിച്ച വില. അപ്പൊ വണ്ടിയുടെ പേര് ഓക്കെ ആയില്ലേ? എന്ത് ഈ വണ്ടി? നിങ്ങൾ എന്താ മനുഷ്യ, നിങ്ങൾ സംസാരിക്കില്ലേ? ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 2 ആഴ്ച മുമ്പ് ഫ്ലൈറ്റിൽ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളിങ്ങനെ 16,000 അടി ഉയരത്തിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിറയെ പാസഞ്ചേഴ്സ്. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഫ്ലൈറ്റിൽ കൊടുത്ത ഫുഡിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചു. ആകെ 2 ടോയ്ലറ്റ് അല്ലേ ഉള്ളൂ. പാസഞ്ചേഴ്സിന്റെ ബഹളമാണ് ടോയ്ലറ്റിൽ. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അവിടെ ബഹളം. അപ്പൊ എന്റെ കോ പൈലറ്റിനും ഈ പ്രശ്നം തന്നെ അടിച്ചു. അയാൾ കോക്പിറ്റിൽ തുടങ്ങി നേരെ ടോയ്ലറ്റിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ജനം നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഇയാളുടെ ഈ അസ്വസ്ഥത കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ തൊട്ടടുത്ത എയർപോർട്ടിലേക്ക് എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി പെർമിഷൻ ചോദിച്ചു. അതേത് എയർപോർട്ടാ സാറേ? മലേഷ്യ. കറക്റ്റ് ആണ്. അനുയോജ്യമായ പേരും മലേഷ്യ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. പറയട്ടെ.
പറയുന്നല്ലോ. അങ്ങനെ അവര് നമുക്ക് പെർമിഷൻ നിഷേധിച്ചു. തന്നില്ല. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈലറ്റ് പറഞ്ഞു, സാറേ ഇത് നാട്ട കേസാവും, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ നമ്മുടെ എയർപോർട്ടിൽ ഞാൻ ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ഫ്ലൈറ്റ് ഇടിച്ചിറക്കാൻ പോകുന്നു. ഇടിച്ചിറക്കാൻ പോകുന്നു പറഞ്ഞപ്പോ തന്നെ എയർപോർട്ടുകാര് അപ്പൊ തന്നെ എയർ ആംബുലൻസ്, മറ്റേ ഫയർഫോഴ്സ്, ഈ വക സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ഗത്യന്തരമില്ലാതെ ഫ്ലൈറ്റ് ഇടിച്ച് അവിടെ ഇറക്കി ഉടനെ ജനം ചെതറും. ഈ സിറ്റുവേഷനിൽ ചെതറി ഓടിച്ചാണോ പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോ ഫ്ലൈറ്റിന്റെ സൈഡിൽ നിന്ന് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സ് വന്ന് തീ അണക്കാനായിട്ട് വെള്ളം ഇങ്ങനെ ഫോഴ്സിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ കുറ്റിക്കാട്ടിന്ന് ഒരു കൈ പൊങ്ങിയേക്കുന്നു എന്റെ കോപ്പയിലിട്ട് ബക്കറ്റ് വെള്ളം എനിക്ക് തന്നെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അപ്പുറത്തെ ഇപ്പുറത്തെ കുറ്റിക്കാട്ടിന്നൊക്കെ കൈ പൊങ്ങിയേക്കാണ്. ഞങ്ങൾക്കും വേണം വെള്ളം. ഫയർഫോഴ്സ് ആ പമ്പ് എടുത്ത് അങ്ങ് വീശി അങ്ങ് അടിച്ചതോടെ എല്ലാം ശാന്തം. അല്ല സാർ, ഇതെപ്പ സംഭവിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. ബെസ്റ്റ് മിറാൻഡ് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നല്ലോ. മിറാൻഡ് ഇത്രയും വലിയൊരു ഫ്ലൈറ്റ് ക്രാഷ് നടന്നിട്ട് അറിഞ്ഞില്ല. സോറി സാർ, ഞാൻ എന്റെ ഫോണിൽ കാൻഡി ക്രഷ് കളിക്കുമായിരുന്നു. സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫ്ലൈറ്റ് ഒക്കെ തകർന്നു പോയാലും കത്തിപ്പോയാലൊക്കെ ബ്ലാക്ക് ബോക്സിന് ഒരു കംപ്ലൈന്റ് വരില്ലെന്ന് കേട്ടല്ലോ. പറ്റില്ല. അതെന്താ പ്രത്യേക മെറ്റീരിയലില് ആ സാധനം നിർമ്മിക്കുന്നത്, ഒരിക്കലും അത് കേടായി പോകില്ല. അതല്ലേ ഒരു കാര്യം ചോദിച്ചേ, ഈ ബ്ലാക്ക് ബോക്സിന്റെ തകരാത്ത മെറ്റീരിയൽ വെച്ച് ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ പാടില്ലേ? എന്താ കുഴപ്പം? തോൽവിയാണോ ഇയാള്? ആദ്യമായിട്ടായതുകൊണ്ടാ സാറേ. ശരിക്കും ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുമ്പോ ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. എനിക്ക് ടിഷ്യൂന്റെ സംഭവം ഒരു പ്രശ്നം പറ്റി ഈ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് പോകുമ്പോ. അബദ്ധം പറ്റില്ല. നെയ്റോസ് എന്ന് വന്ന് പറയൂലോ നെയ്റോസ്റ്റ് അല്ല, എയർ ഹോസ്റ്റൽ. നമ്മുടെ ഈ ബാത്റൂമിൽ പോകുമ്പോ ടിഷ്യൂ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയും. എയർ ഹോസ്റ്റ് എന്ന് പറയാൻ. പക്ഷെ എനിക്ക് ഒരു ടിസ്റ്റ് സംഭവിച്ചു. ഞാൻ യൂസ് ചെയ്ത് ഇങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? നമ്മുടെ ഹൈവേയിലൊക്കെ നല്ല ലൈറ്റ് ഒക്കെ ഇട്ടുണ്ടല്ലോ. ഹൈവേയിലോടോ, റൺവേ ആണ്. റൺവേ എന്താണെന്ന് അറിയില്ല തനിക്ക്. ദിലീപിന്റെ പടമല്ലേ, വാളയാർ പരമശിവം, അതല്ല റൺവേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആയിക്കോട്ടെ. ഹലോ സാർ. സാറേ, അത് ഞാൻ പറഞ്ഞല്ലോ, അന്നേരത്തെ ഒരു സിറ്റുവേഷനിൽ എമർജൻസി ലാൻഡിങ് വേണ്ടി വന്നു, അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തത്. സാറേ അങ്ങനെ, സാറേ പ്ലീസ്. എന്താ സാറേ, എനി പ്രോബ്ലം? ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച മുമ്പ് എനിക്ക് ഫ്ലൈറ്റ് ഇടിച്ചിറക്കേണ്ടി വന്നു. എനിക്കിപ്പോ സസ്പെൻഷൻ. കൺഗ്രാറ്റുലേഷൻസ്. പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോ പെൻഷൻ അല്ലടോ, എന്നെ താൽക്കാലികമായിട്ട് പിരിച്ചു വിട്ടുന്ന ജോലി. അയ്യോ, അപ്പൊ പിന്നെ സാർ എങ്ങനെ ജീവിക്കും സാറേ? അതൊക്കെ എന്റെ കയ്യിൽ വഴിയുണ്ട്, കാണിച്ചു തരാം. സാഗർ ഏലിയാസ് ജാക്കി. തിരുവനന്തപുരത്തെ ഏതെങ്കിലും മിമിക്രി സമിതിയിൽ മോഹൻലാലിന്റെ ഫിഗർ വെച്ച് ഞാൻ ഇനി ജീവിക്കും. അത് നല്ല കാര്യം സാറേ, ജീവിച്ചു പോവാന്തായാലും. സാഗർ എന്ന മിത്രത്തെ മാത്രമേ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ഇവനല്ലേ ഈ സ്കിറ്റ് എഴുതിയത്, അപ്പൊ ഇവനെ കൊല്ലട്ടെ. ഞാൻ ഇവിടെ നിന്ന് പുഴുങ്ങറ Comedy Masters.